ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സൺഡേ സ്പെഷ്യൽ മീൻ കറി ഒക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ആദ്യം നമുക്കൊരു മൺചട്ടി അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സോ എങ്ങനെയാണ് ഉണ്ടാക്കണം എന്ന് നോക്കാം. നമ്മൾ മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച ശേഷം അതിലേക്ക് നമുക്ക് ലേശം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച ശേഷം നമ്മൾ ആ വെളുത്തുള്ളി ഉണ്ടല്ലേ, അത് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് ഒന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പിലയും പിന്നെ 2-3 ചെറിയ ഉള്ളി ചെറുതായിട്ട് ഇങ്ങനെ അരിയില്ലേ, അങ്ങനെ അരിഞ്ഞിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വളരെ ടേസ്റ്റാണ്. ഈ വീഡിയോയിൽ തന്നെ 3 വിധത്തിലുള്ള ഫിഷ് എങ്ങനെ ഉണ്ടാക്കണം എന്നാണ്. ഒന്ന് നമ്മൾ മുളക് ഇട്ടതാണ്, രണ്ടാമത്തെ വന്നിട്ട് നമ്മൾ വറുത്തരച്ചതാണ്, മൂന്നാമത് നമ്മൾ ഫ്രൈ ആണ് കേട്ടോ. നമ്മൾ വാങ്ങിയ മീനിൻ്റെ പേരാണ് ചൂരയാണ്. വേറൊരു മീനും കൂടെ ഉണ്ട് കേട്ടോ, ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ മുളക് പൊടി ഉണ്ട്, അത് ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് മുളക് ഇപ്പോൾ നമ്മൾ ചൂര മുളക് കറിയാണല്ലോ ഉണ്ടാക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര എരിവ് വേണോ അത്ര എരിവ് നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ചാണ് ഡിപ്പെൻഡ് ആവുന്നത്. നമുക്ക് കുറച്ചാണെങ്കിൽ കുറച്ചിടാം, നിറയാണെങ്കിൽ നിറയിടാം, അതൊക്കെ ഡിപ്പെൻഡ് ആവുന്നത് നിങ്ങളെ ഒരു ഇതിലാണ്. പിന്നെ അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ പുക വരുന്നത് അപ്പുറത്തെ സൈഡിൽ ഇൻഡക്ഷനിൽ നമ്മളെ വെള്ളം ചൂടായതാണ്. സോ അതുകൊണ്ടാണ് ആ പുക വരുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മറക്കാതെ ഈ ഒരു വീഡിയോ കാണണം കേട്ടോ, മൊത്തം കാണണം കേട്ടോ, എങ്കിലും നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ അറിയാൻ പറ്റുന്നത്. സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ആ ചൂട് വെള്ളം നമ്മൾ തിളപ്പിച്ചില്ലേ, അതിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ കറി വരുമ്പോൾ നമുക്കറിയാൻ പറ്റില്ല എത്ര ഈ ഒരു മതി, കട്ടി ഇത്രയും മതി, അങ്ങനെ നമുക്ക് തോന്നില്ല. അത്ര അനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത്, പിന്നെ അതൊരു ഇങ്ങനെ വെള്ളമായിട്ട് തന്നെ കിടക്കുക കേട്ടോ. കാരണം നമ്മൾ പുളിവെള്ളം കൂടെ ചേർക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഓവറായിട്ട് വെള്ളം ചേർക്കണ്ട. നമ്മളിപ്പോൾ കുടംപുളിയാണ് എടുത്തിട്ടുള്ളത്, കുറച്ച് അതിൻ്റെ ചാറും പിന്നെ 2 കുടംപുളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ നന്നായിട്ട് ഇളക്കി കിടക്കുക കേട്ടോ. ഇപ്പം നമ്മൾ കുറച്ച് ഓവർ വെള്ളമാണെങ്കിൽ അത് വറ്റുമ്പോൾ കുറച്ച് ഇതാവും കേട്ടോ, എന്ന് വെച്ചാൽ തിളയ്ക്കുമ്പോൾ മീനൊക്കെ ഇട്ടിട്ട് അത് തിളയ്ക്കുമല്ലോ, അപ്പോൾ കുറച്ച് വെള്ളം താഴും. എന്നിട്ട് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ചൂര മീനാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഫ്രീസറിന് എടുത്ത് വെളി വെച്ചിട്ടും മീനിൻ്റെ ആ കട്ടി പോകുന്നില്ല കേട്ടോ, അതാണ് ഒട്ടി പിടിച്ചിരിക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ആ ഒരു ചട്ടിക്കകത്ത് ഇടുമ്പോൾ തന്നെ അത് സെപ്പറേറ്റ് ആയിക്കോളും. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മീൻകറി വയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഉപ്പാണ് കേട്ടോ. ഉപ്പ് കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കണം. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ വറുത്തരച്ച കറിയാണ് കേട്ടോ. അപ്പുറത്ത് നമ്മൾ മുളകിട്ട കറിയാണ് കേട്ടോ അപ്പുറത്തിരിക്കുന്നത്. അടുത്ത് നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം നമ്മൾ വറുത്തരച്ച ഒരു അരപ്പുണ്ടല്ലേ, അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളിയും മുരിങ്ങയ്ക്കയും കൂടെ ഇട്ട് കൊടുക്കാം. തക്കാളി 3 അല്ലെങ്കിൽ 4 എടുക്കാം. ചെറുതാണെങ്കിൽ 3 മതി, വലുതാണെങ്കിൽ 2 മതി കേട്ടോ. ഇതിൻ്റെ ആ മിക്സിയിൽ നമ്മൾ അരച്ച അരപ്പിൽ ആ മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ കറക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ നമുക്ക് 2-3 കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പുളി ഇട്ട് കൊടുക്കാം കേട്ടോ, പുളി വെള്ളം. ഇതിൻ്റെ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇതിൻ്റെ നമുക്ക് ചുരമീൻ തന്നെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇനി തിളച്ച് വരണം. അടുത്ത് നമ്മൾ ചൂരമീൻ, അപ്പുറത്തുനിന്ന് ഏത് മീനാണ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഇപ്പോൾ പറയുന്നത് സസ്പെൻസാണ് കേട്ടോ. അടുത്തൊരു വീഡിയോ വരുമ്പോൾ അതിൽ പറയുന്നതായിരിക്കും ഈ മീനിൻ്റെ പേര്. ഓക്കെ, നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റിന് എത്ര മെജോറിറ്റി ഉണ്ടോ അത്രയും വിന്നേഴ്സ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്ക് അതിലേക്ക് പൊരിക്കാം. അപ്പുറത്തെ സൈഡ് നമ്മൾ വറുത്തരച്ച കറി, ഇപ്പുറത്തെ സൈഡ് നമ്മൾ പൊരിച്ച മീൻ, അപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ ചൂര മീൻ മുളകിട്ടത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇത്രയും വീഡിയോയിൽ ചെറിയ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ പുതിയതായിട്ടാണെങ്കിലും കാണണമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റ ബൈ ബൈ. ഇത് രാവിലത്തെ ഇടിയപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പം കമൻറ്റ് ചെയ്യണേ.